കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിലെ സൈബർ അധിക്ഷേപങ്ങളിൽ KPCC ഇടപെടൽ. നേതാക്കൾക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് വ്യാപകമായ സൈബർ അധിക്ഷേപം നടക്കുന്നത്. വ്യാജ പ്രൊഫൈലുകളിലൂടെയാണ് സൈബർ ആക്രമണമെന്ന് നേതൃത്വം നൽകിയ പരാതിയിലുണ്ട്. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിൽ UDF-ൽ അതൃപ്തി പുകയുകയാണ്. TV പ്രസാദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രസാദ്, ഒരു പരാതി KPCC-യുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ദീപ്തി മേരി വർഗീസാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ ഉള്ളടക്കം ഏത് തരത്തിലാണ്? മറ്റൊന്ന്, ഈ ചർച്ചകൾ, മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ ഗുണം ചെയ്യില്ല എന്ന് നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൈക്കമാൻഡ് പുലർത്തുന്ന മൗനവും ശ്രദ്ധേയം. TV പ്രസാദ്. റിജിത്ത്, ശ്രുതി, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഈ 3 പേരുകളിൽ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാലാണെങ്കിൽ ഇത്തവണ മത്സരിച്ചിട്ടില്ല. ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ഏത് സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്വാധീനം KC വേണുഗോപാലിന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന വിലയിരുത്തലിലാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും അതിൽ വലിയ ആശങ്കയുള്ളവരാണ്. അതുകൊണ്ട് VD സതീശൻ്റെ ഭാഗമായിട്ടുള്ളവർ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി പരാതികൾ അയക്കുന്നു എന്ന ഒരു വിമർശനമാണ് KC വേണുഗോപാലിന് ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഒരു നീക്കം കോൺഗ്രസിൽ വളരെ സജീവമായി നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 90-ലധികം പരാതികളാണ് ഇതിനകം തന്നെ AICC-യുടെ മുന്നിലെത്തുന്നത്. പലതും ഫേക്ക് ഐഡികളിൽ നിന്നാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ ആരോപണം. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് DGPക്ക് പരാതി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള തർക്കം അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശം കൊടുത്തിരുന്നതുമാണ് നേതാക്കൾക്ക്. പക്ഷേ അത് സൈബർ അണികളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്ന വിശദീകരണമാണ് കേരളത്തിലെ നേതാക്കൾ കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഹൈക്കമാൻഡ് ഒരു ശക്തമായ നിലപാടെടുത്തിട്ട് കൂടി ഇത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആർക്കാണ് ഭരണം കിട്ടിയത് എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലുള്ള ഈ ചർച്ച അത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കും എന്ന് നേതാക്കൾ എല്ലാവരും കരുതുകയാണ്. ഒരു വലിയൊരു വിഭാഗം പ്രവർത്തകരും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുമെല്ലാം VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ പ്രകടവുമാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി VD സതീശനെക്കാളും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയി വരണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഈ 3 പേരുകളിൽ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി ചർച്ച തുടരുമ്പോൾ അത് കോൺഗ്രസിന് നാണക്കേടാണ് എന്ന് പല നേതാക്കളും പരസ്യമായി പറഞ്ഞിട്ടും അത് നിൽക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും അത് തുടരുകയാണ്. റിജിത്ത്, ശ്രുതി. ചെറിയ TV പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.